മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ്. നമ്മളുടെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അത് ഒരു ത്രീ ഡയമെൻഷണൽ വ്യൂ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ആണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. അപ്പം ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലറാണ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നിങ്ങളുടെ ആ പടത്തിൽ വി എക്സ് എന്നും വി വൈ എന്നും കാണിച്ചിട്ടുണ്ട്. അതായത് വി എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു വേവാണെങ്കിൽ ഇതും ഇതുമാണ്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇതാണ് വി എക്സ്, ഇതാണ് വി വൈ എന്ന് മാർക്ക് ചെയ്തത്. ആ വി എക്സ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, വി വൈ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ വൈ, ഇവിടെ എക്സ്, ആക്സിസ് ഒക്കെ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഫ്രീ സ്പേസിൽ കൂടെ. ഓക്കെ, ഫ്രീ സ്പേസിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഒന്ന്, ഇറ്റ് ഈസ് ഇൻവിസിബിൾ. രണ്ട്, ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ ലൈക്ക് ദാറ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത്രയും വെലോസിറ്റിയിലാണ് ഇത് പാസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് വെക്ടറും മാഗ്നറ്റിക് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഫ്രീ സ്പേസിൻ്റെ പ്രത്യേകത എന്നാ? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പാസ് ചെയ്യുന്ന ഫ്രീ സ്പേസ് കൂടെ. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്സ്റ്റാക്കിൾസും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ദർ ഈസ് നോ മാഗ്നറ്റിക് ഓർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, നോ സോളിഡ് ബോഡീസ്, നോ അയണൈസ്ഡ് പാർട്ടിക്കിൾസ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഒബ്സ്റ്റാക്കിൾസ് ഇല്ല, നോ സോളിഡ് ബോഡീസ്, നോ അയണൈസ്ഡ് പാർട്ടിക്കിൾസ്, നോ മാഗ്നറ്റിക് ഫീൽഡ്, നോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇങ്ങനെയുള്ള സ്ഥലത്തിനാണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ റേഡിയേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്നൊരു വാക്കാണ്. പോളറൈസേഷൻ എന്താണ്? പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, പോളറൈസേഷൻ നമ്മൾ രണ്ടായിട്ട് പറയാം: വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ പോളറൈസേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫ്രീ സ്പേസിൽ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായി? പോളറൈസേഷൻ റെഫേഴ്സ് ടു ഫിസിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് റേഡിയേറ്റഡ് വേവ്സ് ഇൻ സ്പേസ്. സ്പേസിൽ ഈ ആൻറ്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് പോളറൈസേഷൻ. അപ്പോൾ വെർട്ടിക്കൽ പോളറൈസേഷനിലാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇലക്ട്രിക് വെക്റ്റർ വി എക്സ് ആണ് ഇലക്ട്രിക് വെക്റ്റർ. ഇലക്ട്രിക് വെക്റ്റർ ഈസ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ പോളറൈസേഷനിലാണെങ്കിൽ ഇലക്ട്രിക് വെക്റ്റർ ഈസ് വെർട്ടിക്കൽ. ഇലക്ട്രിക് വെക്റ്റർ ഈസ് വെർട്ടിക്കൽ. അത് എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്പയർഡ് ടു എർത്താണ്. അതുപോലെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണെങ്കിൽ എന്ത് പറയാം? വി വൈ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണെങ്കിൽ തിരിച്ച് ഇലക്ട്രിക് വെക്റ്റർ ഈസ് പാരലൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ പാരലൽ, ഇലക്ട്രിക് വെക്റ്റർ ഈസ് പാരലൽ. അതാണ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. മനസ്സിലായോ? പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിസിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് റേഡിയേറ്റഡ് വേവ് ഇൻ സ്പേസ്. വെർട്ടിക്കൽ പോളറൈസേഷനിൽ ദ ഇലക്ട്രിക് വെക്റ്റർ ഈസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഇൻ ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ വെർട്ടിക്കൽ ആൻറ്റിന റേഡിയേറ്റ് വേവ്സ് whose electric vectors will be vertical and is said to be vertical polarization. ഡയറക്ഷൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ആൻറ്റിന എങ്ങനെയാണ്? ഇപ്പോൾ വെർട്ടിക്കലി ആൻറ്റിന മൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന വേവ്സ്
വെർട്ടിക്കൽ പോളറൈസ്ഡ് വേവ്സ് ആയിരിക്കും. ആൻറ്റിന മൗണ്ട് ചെയ്യുന്ന ഹൊറിസോണ്ടലി ആണെങ്കിൽ അതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന വേവ്സ് പോകുന്നത് ഹൊറിസോണ്ടൽ പോളറൈസ്ഡ് വേവ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ആൻറ്റിന എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ ആൻറ്റിന ആണെങ്കിൽ വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ്സ് റേഡിയേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ ആൻറ്റിന ആണെങ്കിൽ ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ്സ് റേഡിയേറ്റ് ചെയ്യും. അതാണ് പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് കിട്ടുന്നത്. ദെൻ അടുത്തത് എഫക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ്. എഫക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ് ഓർ അറ്റ്മോസ്ഫിയറിക് എഫക്ട്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. എഫക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ് അതിൽ പറയുന്ന കാര്യം എഫക്ട്സ് ഓഫ് എൻവിയോൺമെൻറ്റ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ എൻവിയോൺമെൻറ്റ്, അതായത് നമ്മുടെ ലൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്തൊക്കെ പറയേണ്ട കാര്യമുണ്ട്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ഡിഫ്രാക്ഷൻ. ഈ 3 പ്രോപ്പർട്ടീസ് നമ്മുടെ ലൈറ്റിനുണ്ട്. ഇത് തന്നെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനുണ്ട്. അപ്പം ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്ന റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ പറയുമ്പോൾ എന്താണ്? ഒരു ഫിഗർ വരയ്ക്കണം. ഇത് റേഡിയേറ്റിംഗ് സർഫസ് ആണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് നോർമൽ എന്ന് പറയുന്നതാണ്. ഇതാണ് നോർമൽ. ഇങ്ങോട്ടേക്ക് പല ആംഗിളിൽ ഇൻസിഡൻറ്റ് വേവ്സ് വരുവാണ്. ഇതാണ് പ്ലെയിനിലോട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇൻസിഡൻറ്റ് വേവ് വന്നു. ഇങ്ങോട്ട് വരുന്ന അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. വേറെ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു, ഈ വരുന്ന അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആംഗിള്, ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന റേ, എ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ ഈ നോർമലുമായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്ത് തീറ്റ. അതേ ആംഗിൾ തന്നെയായിരിക്കും ഈ നോർമലുമായിട്ട് ഈ റിഫ്ലക്റ്റഡ് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഇവിടെ തീറ്റ ഉണ്ടാകും. അങ്ങനെ ഏതൊരു റേ വരുന്നത് നമ്മൾ നോക്കിയാലും അത് വിത്ത് റെസ്പെക്ട് ടു നോർമൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിം ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷനിൽ എന്തെല്ലാം പറയാം? ഇത് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റർ റേ. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റർ റേയും നോർമലും ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് എന്തായിരിക്കും? അതിൽ എല്ലാം സെയിം ഇൻസിഡൻറ്റ് സർഫസിൽ തന്നെയായിരിക്കും, എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും വരുന്നത് പറയാം. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റർ റേ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റർ റേ ആൻഡ് നോർമൽ ആർ ഇൻ വൺ പ്ലെയിൻ, സെയിം പ്ലെയിൻ. ഒരൊറ്റ പ്ലെയിനിലായിട്ട് ഒരേ സ്ഥലത്തോട്ടാണ് ഇതെല്ലാം വന്നിട്ട് പോകുന്നത്. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റർ റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ ഇൻ ദ കേസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പം നമുക്ക് പറയാലോ, ഇവിടെ ഈ റിഫ്ലക്ഷൻ, ഈ സർഫസ് എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് മീഡിയം നമ്മുടെ എർത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എർത്തിലായിട്ട് ഒരു വേവ് വരുന്നു, ആ വേവ് എർത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് പറയാം. അപ്പോൾ ഒരു ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന അതേ എഫക്റ്റാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻസിഡൻറ്റ് റേസും റിഫ്ലക്റ്റർ റേസും സെയിം വെലോസിറ്റിയിലാണ് പോകുന്നതെന്നും പറയാം. ഇനി ഇവിടെ നമ്മൾ വേറൊരു പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. എന്താണ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്? ഇതൊരു ഡെഫിനിഷനാണ്. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, നമ്മൾ മേലെ ഉപയോഗിക്കേണ്ട ടേം റിഫ്ലക്ഷൻ എന്നുള്ള ടേമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് വേവ്, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ടു ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് വേവ്. മനസ്സിലായോ? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനേഷനായിട്ട് പറയുമ്പോൾ ദ റേഷ്യോ ഓഫ് എന്ന് പറയുന്നത് the ratio of electric intensity of reflected wave to that of incident wave. അപ്പോൾ പെർഫെക്റ്റ് കണ്ടക്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂണിറ്റി. ഓക്കെ.